ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സായിഗോൺ എക്സിബിഷനിലെ ചില ഭാഗങ്ങൾ കാണാം. ആദ്യം തന്നെ കണ്ടത് ക്ലേ മോഡലിംഗ് ആണ്. പലതരത്തിലുള്ള കളറുകൾ കൊണ്ടുള്ള ക്ലേ മോഡലിംഗ്. അടുക്കും തോറും കാണാനുള്ള ചന്തവും കൂടുന്നു. പൂക്കൾ മുതൽ പലതരം ആനിമൽസും സ്പൈഡർമാനെ പോലുള്ള പലതരം കഥാപാത്രങ്ങളും ചെയ്തു വച്ചിരിക്കുന്നു. ഇത്രയും ഭംഗിയുള്ള ക്ലേ മോഡലിംഗ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഒരു മോഡൽ ഫുള്ളായി ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് ഈ വീഡിയോ. ചെയ്തു കഴിഞ്ഞപ്പോൾ മനോഹരമായ രൂപം. ഒരു മോഡൽ ചെയ്തു തീർക്കാൻ വേണ്ടി ഏകദേശം 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ടൈമാണ് എടുക്കുന്നത്. ചെയ്തു വെച്ച ക്ലേ മോഡലുകൾ കുറേ നമുക്കിവിടെ കാണാം. ഒന്ന് കാണുമ്പോൾ അത് മറ്റൊന്നിനേക്കാൾ മെച്ചമായി തോന്നുന്നു. അത്ര സുന്ദരമാണ് ഓരോ മോഡലിങ്ങും. എടുത്തു പറയേണ്ടത് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സ്പീഡ്. ഇവിടെ കാണുന്നത് സാധാരണ ക്ലേ കൊണ്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ലൈവായി കാണാം. ഇവിടെ കാണുന്നത് പലതരം ഫുഡുകളാണ്. പലതരം കളർഫുള്ളായ അപ്പങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ തന്നെ ജെല്ലികൾ ഉപയോഗിച്ചുള്ള ഫുഡുകളും നമുക്ക് കാണാം. ഫുഡിൻ്റെ കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ പാനീയങ്ങളും വിൽക്കുന്നു. പാനീയങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വിവിധതരം ഫ്രൂട്ട്സുകൾ കൊണ്ടാണ്. ഈ കാണുന്നത് ഒരു ചോക്ലേറ്റ് കൗണ്ടർ. നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റിൽ നിന്നും വ്യത്യസ്തമാണ് വിയറ്റ്നാമിലെ ചോക്ലേറ്റുകൾ. കൂടുതലും ജെല്ലി ചോക്ലേറ്റുകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ജെല്ലി ചോക്ലേറ്റുകൾ പല കളറിലും പല ഫ്രൂട്ട് ഫ്ലേവറിലുമാണ് ഇവിടെ ലഭിക്കുന്നത്. പല കുട്ടികളും ഇവിടെ വന്ന് വാങ്ങിപ്പോകുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് 100 ഗ്രാംസിനാണ്. ചോക്ലേറ്റുകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ അടുത്ത സ്റ്റാളിലേക്ക് പോയി. ഇവിടെയുള്ളത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന ഒരു ഫുഡല്ല. ഈ ഫുഡിൻ്റെ പേര് സുഷി എന്നാണ്. അതായത് ജാപ്പനീസ് ഫുഡ് സുഷി. അതിനൊപ്പം തന്നെ പലതരം ഫ്രൈഡ് ചിക്കനും നമുക്കിവിടെ കാണാം. ഫുഡുകളിൽ കളറുകൾ ഉപയോഗിക്കുന്നത് കുറച്ച് കൂടുതലാണെന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നിയത്. കാരണം എവിടെ നോക്കിയാലും പലതരം കളറുകൾ. ഇവിടെ കാണുന്ന ഈ ചെറിയ മുട്ടകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ നാടൻ കോഴിയെ കൊല്ലുമ്പോൾ ഉള്ളിൽ നിന്നും കിട്ടുന്ന ആ മുട്ട, അത് തന്നെയാണ് ഇത്. ആ മുട്ടകളും കരളുമൊക്കെ നന്നായി വേവിച്ച് വെച്ചിരിക്കുന്നു. പക്ഷേ ഇതിലൊന്നും ഒരു മസാലയും ചേർത്തിട്ടില്ല. അതായത് നമുക്ക് തിന്നുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും തോന്നില്ല. ഇതാണ് സീ ഫുഡിൽ റെയറായി കിട്ടുന്ന ഓയിസ്റ്റർ. ഇവിടെ ഓയിസ്റ്ററും കഴിക്കാനുള്ള പാകത്തിൽ റെഡിയാക്കി വച്ചിരിക്കുന്നു. അതുകൂടാതെ പന്നിയും ചിക്കനും പോലുള്ള പലതരം ഫുഡുകൾ കോലിൽ കുത്തി ഗ്രിൽ ചെയ്തു വച്ചിരിക്കുന്നു. അതിൻ്റെ ഒന്നിച്ച് കഴിക്കാനുള്ള പാനീയങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെയുള്ളവരൊക്കെ നല്ല ആളുകളാണ്. ഇന്ത്യക്കാരോട് ഇവർക്ക് നല്ല ബഹുമാനവും. അടുത്ത ഷോപ്പിൽ കണ്ടതാണ്. ഒരു ഭാഗത്ത് ലൈവായി ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രില്ലിന് ചൂട് കൂട്ടാനായി ഫാനും ഓണാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ലൈവായി ഗ്രില്ല് ചെയ്ത് വരുന്നവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഫുഡുകൾ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ആണ് അത് സെർവ് ചെയ്യുന്ന രീതിയും. ഓരോ ഭക്ഷണ ഐറ്റവും പ്രസൻറ്റ് ചെയ്യാൻ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അവരെന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇവരുടെ പ്രിപ്പറേഷനും പ്രസൻറ്റേഷനും കാണുമ്പോൾ ആരും അറിയാതെ വാങ്ങിച്ചു കഴിച്ചു പോകും. അതാണ് അവരുടെ വിജയവും.
ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.